നമസ്കാരം. രാമായണ പുണ്യം നിറഞ്ഞ ഈ സായം സന്ധ്യയിൽ എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ആധ്യാത്മിക പുണ്യം നിറഞ്ഞു നിൽക്കുന്ന രാമായണ മാസത്തിന് നാളെ തുടക്കമാണ്. കർക്കിടക മാസത്തിന് മറ്റൊരു പേരായി മാറിയിരിക്കുകയാണ് രാമായണ മാസം. നിറദീപത്തിന് മുന്നിലിരുന്ന് രാമകഥകൾ പാടുമ്പോൾ മനസ്സിലെ പ്രാർത്ഥന അജ്ഞാനത്തിൽ നിന്നും ജ്ഞാനത്തിലേക്ക് നയിക്കണമേ എന്ന് മാത്രമാണ്. രാവിലെ കുളിച്ച് ശുദ്ധി വരുത്തി രാമായണം പാരായണം ചെയ്യുന്നതിലൂടെ തപസ്സിൻ്റെ പുണ്യം ലഭിക്കുമെന്നാണ് വിശ്വാസം. സംഭവിച്ചു പോയ പാപങ്ങളെ കഴുകി ശുദ്ധമാക്കുന്ന സത്കർമ്മമാണ് രാമായണ പാരായണം. രാമനും രാവണനും ഉള്ളിലും പുറത്തുമുണ്ട്. അനാദികാലം മുതൽ ഈ വിരുദ്ധ ശക്തികൾ മനുഷ്യരിലും സമൂഹത്തിലുമുണ്ട്. ഇരുട്ടിൻ്റെ ശക്തികൾ കരുത്താർജിക്കുമ്പോൾ അതിനെ മറികടക്കാനുള്ള മന്ത്രമാണ് രാമനാമം. അവതാരപുരുഷനായ ശ്രീരാമൻ പോലും കഠിന വേദനകളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും കടന്നുപോയെന്ന് രാമായണം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ മനുഷ്യരായ നമ്മൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളിൽ തളർന്നു പോകാതെ സധൈര്യം മുന്നോട്ടു പോകാൻ രാമായണം ഓർമ്മിപ്പിക്കുന്നു. രാമായണം പകർന്നു നൽകുന്ന ആത്മബലവും അതാണ്. ഒരു മാസം കൊണ്ട് വായിച്ചു തീർക്കേണ്ടത് രാമായണത്തിലെ 24,000 ശ്ലോകങ്ങളാണ്. കർക്കിടകം 1 മുതൽ വായിച്ചു തുടങ്ങുന്ന രാമായണ പാരായണം കർക്കിടക അറുതിക്ക് തീരണമെന്നാണ് വിശ്വാസം. ദക്ഷിണായനത്തിൻ്റെ ആരംഭകാലമാണ് കർക്കിടകം. സൂര്യൻ ദേവന്മാരുടെ സ്ഥാനത്ത് നിന്ന് പിതൃസ്ഥാനത്തേക്ക് വരുന്നതിനാൽ ദക്ഷിണായനത്തിൽ പിതൃക്കൾക്കായി ചെയ്യുന്ന സത്കർമ്മങ്ങളെല്ലാം അവരെ സംതൃപ്തരാക്കുമെന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് സൂര്യനും ചന്ദ്രനും ഒരേ അക്ഷാംശത്തിൽ വരുന്ന കർക്കിടകത്തിൽ പിതൃതർപ്പണം നമ്മൾ നടത്തുന്നത്. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശിവാനന്ദ ലഹരി ആലപിക്കുന്നത് കേൾക്കാം. കലാഭ്യാം ചൂടാലംകൃത ശശികലാഭ്യാം നിജതപഃ ഭലാഭ്യാം ഭക്തേഷു പ്രകടിതഫലാഭ്യാം ഭവതു മേ ശിവാഭ്യാമസ്തോക ത്രിഭുവന ശിവാഭ്യാം ഹൃദി പുനഃ ഭവാഭ്യാമാനന്ദ സ്ഫുരദനുഭവാഭ്യാം നതിരിയം കലാഭ്യാം ചൂടാലംകൃത ശശികലാഭ്യാം നിജതപഃ ഭലാഭ്യാം ഭക്തേഷു പ്രകടിതഫലാഭ്യാം ഭവതു മേ ശിവാഭ്യാമസ്തോക ത്രിഭുവന ശിവാഭ്യാം ഹൃദി പുനഃ ഭവാഭ്യാമാനന്ദ സ്ഫുരദനുഭവാഭ്യാം നതിരിയം. അടുത്തതായി ശങ്കര സ്തോത്രാമൃതം. പരമമായ ആനന്ദലഹരി അറിഞ്ഞാൽ പിന്നെ ഒരിക്കലും പരിമിതങ്ങളായ ലഹരികൾക്ക് നാം അടിമപ്പെടുകയില്ല.
ശ്രീ ശങ്കരാചാര്യരുടെ ശിവാനന്ദ ലഹരി ശിവയ്ക്കും ശിവനും നമസ്കാരത്തോടെയാണ് ആരംഭിക്കുന്നത്. നമസ്കാരം വിനയമാണ്. വിനയത്തിലൂടെ മാത്രമേ ജീവിതത്തിൽ എന്തെങ്കിലും നേടാൻ കഴിയൂ. എവിടെ വിനയമുണ്ടോ അവിടെ വിദ്യയും ഐശ്വര്യവും വന്നു ചേരും. ശിവയെയും ശിവനെയും നമസ്കരിക്കുന്ന ശിവാനന്ദ ലഹരിയിലെ ഒന്നാമത്തെ ശ്ലോകമാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. ശങ്കരകൃതികളിൽ ശിവാനന്ദ ലഹരിയാണ് നമ്മൾ ആരംഭിക്കുന്നത്. ലഹരികളെക്കുറിച്ച്, ലഹരിയുടെ പ്രാധാന്യത്തെക്കുറിച്ച്, മനുഷ്യജീവിതത്തിൽ എന്തെങ്കിലും ലഹരി വേണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിക്കേണ്ടായി. പരമമായ മംഗളപ്രദമായ ആനന്ദലഹരി, അതാണ് ശിവാനന്ദ ലഹരി. അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമ്മൾ അല്പങ്ങളായ പരിമിതങ്ങളായ ലഹരികളിൽ ചെന്നുപെടില്ല. ആ പരമമായ ലഹരിയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. 100 ശ്ലോകങ്ങളിലുള്ള ഈ കൃതി വളരെ മനോഹരങ്ങളായ ശിഖരിണി, ശാർദൂല വിക്രീഡിതം തുടങ്ങി ദീർഘവൃത്തങ്ങളിലാണ് വിരചിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്ക് ഓരോന്നായി ശ്രദ്ധിക്കാം. കലാഭ്യാം ചൂടാലങ്കൃതശശികലാഭ്യാം നിജതപഫലാഭ്യാം ഭക്തേഷു പ്രകടിതഫലാഭ്യാം ഭവതു മേ. ശിവാഭ്യാമസ്തോകത്രിഭുവന ശിവാഭ്യാം ഹൃദി പുനർഭവാഭ്യാമാനന്ദ സ്ഫുരദനുഭവാഭ്യാം നതിരിയം. കലാഭ്യാം ചൂടാലങ്കൃതശശികലാഭ്യാം നിജതപഫലാഭ്യാം ഭക്തേഷു പ്രകടിതഫലാഭ്യാം ഭവതു മേ. ശിവാഭ്യാമസ്തോകത്രിഭുവന ശിവാഭ്യാം ഹൃദി പുനർഭവാഭ്യാമാനന്ദ സ്ഫുരദനുഭവാഭ്യാം നതിരിയം. മേ ഇയം നതിഹി ശിവാഭ്യാം ഭവതു. മേ എൻ്റെ, ഇയം നതിഹി ഈ നമസ്കാരം, ശിവാഭ്യാം ഭവതു ശിവനും ശിവയ്ക്കുമായിക്കൊണ്ട് ഭവിക്കട്ടെ. ശിവയ്ക്കും ശിവനുമായിക്കൊണ്ട് ഭവിക്കട്ടെ. ഒന്നാമത്തെ ശ്ലോകം നമസ്കരിക്കുകയാണ്. ഗ്രന്ഥാരംഭം മംഗളാചരണത്തോടുകൂടി ചെയ്യുക എന്നുള്ളത് ശിഷ്ടാചാരമാണ്. ഇഷ്ടദേവതാ നമസ്കാരം, ഗുരു നമസ്കാരം, ഇതൊക്കെ മംഗളാചരണങ്ങളാണ്. അതുപോലെ മംഗളവാചികളെ വെച്ച് തുടങ്ങുന്നതും മംഗളാചരണമാണ്. ഉദാഹരണം പ്രണവം, അധശബ്ദം തുടങ്ങിയവ. അങ്ങനെ പലതരത്തിൽ മംഗളാചരണങ്ങളുണ്ട്. ഇവിടെ ഒന്നാമത്തെ ശ്ലോകം കൊണ്ട് ഈശ്വര നമസ്കാരം, ഈശ്വരവന്ദനം, അങ്ങനെയാണ് മംഗളാചരണം നിർവഹിക്കുന്നത്. ഇയം മേ നതിഹി, ഈ എൻ്റെ ഈ നമസ്കാരം ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശിക്കുകയാണ്. ഏത് നമസ്കാരം? ആർക്കുള്ള നമസ്കാരം? പറയുന്നു കലാഭ്യാം ചൂടാലങ്കൃത ശശികലാഭ്യാം നിജതപഫലാഭ്യാം ഭക്തേഷു പ്രകടിതഫലാഭ്യാം ശിവാഭ്യാം അസ്തോകത്രിഭുവന ശിവാഭ്യാം പുനഃ ഹൃദി ഭവാഭ്യാം ആനന്ദസ്ഫുരദനുഭവാഭ്യാം മേ ഇയം നതിഹി. എൻ്റെ ഈ നമസ്കാരം, നതിഹി നമസ്കാരം. നമസ്കാരം വിനയമാണ്. വിനയത്തിലൂടെ മാത്രമേ നമുക്ക് എന്തെങ്കിലും ജീവിതത്തിൽ നേടാൻ പറ്റൂ. വിനയമില്ലാത്തയിടത്ത് ഒന്നും വന്നു ചേരില്ല. എവിടെ വിനയമുണ്ടോ അവിടെ വിദ്യ വരും, എവിടെ വിനയമുണ്ടോ അവിടെ ഐശ്വര്യം വരും, എല്ലാം വന്നു ചേരും. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പത്ത് വിനയമാണ്.
നമസ്കാരം വിനയമാണ്. നമസ്കാരം സമർപ്പണമാണ്. അഹങ്കാരത്തിൻ്റെ, മമത്വത്തിൻ്റെ എല്ലാം നാശത്തെ ചെയ്യുന്ന സമർപ്പണം. ആ സമർപ്പണം ഭഗവത് പാദത്തിലാണ്. ആ ഭഗവത് പാദ മഹിമ മനസ്സിലാക്കി സർവവും സമർപ്പിക്കുകയാണ്. അത് വിനയമാണ്, അത് നമസ്കാരമാണ്, അത് സർവസമർപ്പണമാണ്. സർവസമർപ്പണം. അങ്ങനെയുള്ള എൻ്റെ ഈ നമസ്കാരം, എൻ്റെ ഈ നതി ഭവിക്കട്ടെ ആർക്കായിക്കൊണ്ട്? ശിവാഭ്യാം. ശിവാഭ്യാം, ശിവയ്ക്കും ശിവനുമായിക്കൊണ്ട്. ചതുർത്ഥി ദ്വിവചനമായിട്ടാണ് ഇവിടെ എല്ലാ പദങ്ങളും പ്രയോഗിച്ചിട്ടുള്ളത്. ചതുർത്ഥി വിഭക്തിയിലെ ദ്വിവചനം, രണ്ടു പേർക്കായിക്കൊണ്ട് ഭവിക്കട്ടെ എന്നർത്ഥം. ഒരേ സമയത്ത് ശിവയെയും ശിവനെയും നമസ്കരിക്കുന്നു. ശിവ പാർവതിയാണ്, ശിവൻ മംഗളസ്വരൂപനാണ്. രണ്ടു പേരും ജഗൻ മംഗളരൂപികളാണ്. എന്നല്ല, ഏറ്റവും വിശിഷ്ടവും വിലക്ഷണവുമായ സങ്കല്പമാണ് ശിവസങ്കല്പം. പ്രേമം കൊണ്ട്, ത്യാഗം കൊണ്ട് ഒന്നായി ചേർന്ന ഭാവം. അവിടെ സ്ത്രീ പുരുഷൻ എന്ന വ്യത്യാസങ്ങൾക്കപ്പുറത്ത് അർദ്ധനാരീശ്വര ഭാവത്തെ അവർ പ്രാപിച്ചിരിക്കുകയാണ്. ഇതിൽ പരം പ്രേമത്തിൻ്റെ മറ്റൊരു നിദർശനം എവിടെയാണുള്ളത്? ഇതിൽ പരം പരസ്പര അംഗീകാരത്തിൻ്റെ മറ്റൊരു നിദർശനം എവിടെയാണുള്ളത്? ഞാനാണ് വലുത്, ഞാനാണ് വലുതെന്നുള്ളതല്ല, പരസ്പര അംഗീകാരത്തിൽ ഒന്നായി ചേർന്നിരിക്കുകയാണ്. ശിവനെ ആദരിക്കുന്ന ശിവ, ശിവയെ ആദരിക്കുന്ന ശിവൻ. എത്ര തന്നെ അനുസന്ധാനം ചെയ്താലും ആ മഹിമ കൂടുതൽ 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 ബോധിക്കുക ചെയ്യുക. ഏതായാലും അങ്ങനെയുള്ള ശിവാഭ്യാം മേ ഇയം നതിഹി, ശിവയ്ക്കും ശിവനുമായി കൊണ്ട് എൻ്റെ ഈ നമസ്കാരം ഭവിക്കട്ടെ. എങ്ങനെയുള്ള തുടർന്ന് നമുക്ക് ചിന്തിക്കാം അടുത്ത പ്രാവശ്യം. തുടർന്ന് സനാതനധർമ്മം. ഓം നമോ ഭഗവതേ വാസുദേവായ. സുഹൃതജന്മം കൊണ്ട് മാമുനിമാർ തപം ചെയ്തിട്ട് പോലും ലഭിക്കാത്ത ഭഗവത് ദർശനം ത്യാഗകർമ്മങ്ങളെ കൊണ്ട് നേടിയ വസുദേവർ ഭഗവാനെ സ്തുതിക്കുന്നതാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഭഗവത് അനുഗ്രഹം വേണ്ടുവോളം അദ്ദേഹത്തിനുണ്ടായി, മറ്റ് സൗഭാഗ്യങ്ങളില്ലെങ്കിൽ കൂടി. അപ്പോൾ സൗഭാഗ്യങ്ങളെക്കാൾ ഉപരിയാണ് ഭഗവത് അനുഗ്രഹം എന്നുള്ള കാര്യം ഭാഗവതം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്തത്, നമ്മൾ ഏതൊരു സാഹചര്യത്തിലും ഭഗവാനെ വിസ്മരിക്കരുത്, ഭഗവാനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ള കാര്യം വസുദേവർ തൻ്റെ ക്ലേശങ്ങളുടെ നടയ്ക്കും വിഷ്ണു ഭഗവാൻ എന്ത് വിചാരിക്കുന്നു അത് സംഭവിക്കട്ടെ എന്ന് തൻ്റെ പത്നിയോട്, ദേവകിയോട് കൂടെ പറയുമായിരുന്നു. അന്യോന്യം അപ്പോഴും വെറുക്കാതെ തങ്ങൾ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ അത്രയും പരസ്പരം കൈമാറിക്കൊണ്ടിരുന്നവർ. ആ ക്ലേശങ്ങളുടെ നടക്കും അവർ തമ്മിലുള്ള സ്നേഹം, ആനന്ദം ഒട്ടും കുറയാതെ നിലനിന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇതെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത് ക്ലേശങ്ങൾ വരുമ്പോൾ പരസ്പരം കലഹിക്കാതെ ഒരുമിച്ച് ജീവിക്കാൻ ആർക്ക് കഴിയുന്നോ അവിടെ ആവിർഭവിക്കും ആര്? വിഷ്ണു ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അനുഗ്രഹം എന്നർത്ഥം. അപ്പോൾ അത് തീർച്ചയായും മനസ്സിലാക്കിച്ചു തരുന്ന ഒരു ഭാഗമാണ് ഈ ഭാഗങ്ങൾ അത്രയും. സായേവ സുപ്രകൃത്യേദം സൃഷ്ട്വാഗ്രേ ത്രിഗുണാത്മകം തദനുത്വം ഹി പ്രവിഷ്ട ഇവ ഭാവിസേ പറയുകയാണ്. സായേവത്വം, ആവിധമിരിക്കുന്ന ത്വം, അങ്ങ് തന്നെ, ഇപ്രകാരം ഇരിക്കുന്ന അങ്ങ് തന്നെ, സ്വപ്രകൃത്യ,
ഭഗവാന്റെ പ്രകൃതി കൊണ്ട്, ഭഗവാന്റെ മായ കൊണ്ട് ത്രിഗുണാത്മകം, ത്രിഗുണാത്മകമായിരിക്കുന്ന, ത്രിഗുണസ്വരൂപമായിരിക്കുന്ന സത്വം, രജസ്, തമസ് എന്നുള്ള ഈ ത്രിഗുണങ്ങൾ, ഈ ത്രിഗുണസ്വരൂപമായിരിക്കുന്ന ഇതം, ഈ ലോകത്തെ അഗ്രേ മുമ്പിൽ സൃഷ്ടിച്ചു, പണ്ടേ ഇതിനെ സൃഷ്ടിച്ചു. ഇതിനെ ആശ്രയിച്ചിട്ടാണ്, സത്വം, രജസ്, തമസ് 3 ഗുണങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഭഗവാൻ പണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. തദനു, അതിനുശേഷം അപ്രവിഷ്ട, ഇതിനെ സൃഷ്ടിച്ചെങ്കിലും അതിൽ പ്രവേശിക്കാത്തവനെ പോലെ, പ്രവേശിക്കാതിരിക്കുന്നവനാണെങ്കിലും പ്രവിഷ്ടഹൈവ, പ്രവേശിച്ചവനെന്ന പോലെ, അതിൽ പ്രവേശിക്കുന്നില്ല. ഭഗവാനാണ് ഇതിനെയൊക്കെ സൃഷ്ടിച്ചത്, അതിൽ പ്രവേശിക്കുന്നില്ലെങ്കിലും പ്രവേശിച്ചവനെ പോലെ ഭാവിക്കപ്പെടുന്നു. വെള്ളത്തിൽ താമര കഴിയുന്നത് പോലെ. അങ്ങനെ ചേർന്ന് കഴിഞ്ഞാൽ അത് വെള്ളമില്ലാതെ താമരയ്ക്ക് നിലനിൽപ്പില്ല. പക്ഷേ എങ്കിലും അതുമായിട്ട് ബന്ധമില്ലാതെ നിലനിൽക്കാൻ താമരയ്ക്ക് കഴിയുന്നു വെള്ളത്തിലെന്ന പോലെ. ഇതുപോലെ ഭഗവാൻ ഈ പ്രപഞ്ചത്തെ സത്വം, രജസ്, തമസ് 3 ഗുണങ്ങളെ ആശ്രയിച്ചിട്ട് സൃഷ്ടിച്ചു എന്നുള്ളതാണ് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു? അതിനെ ആശ്രയിച്ചിട്ട് സൃഷ്ടിച്ചിട്ട് അതിൽ പ്രവേശിക്കാതിരിക്കത്തക്ക വിധത്തിൽ നിലകൊണ്ടു. സൃഷ്ടിക്കുകയും ചെയ്തു, അതിൽ ആ സത്വരജസ് തമോ ഗുണങ്ങൾ ഭഗവാനെ അതിൽ മായാബന്ധത്തിലാക്കപ്പെടാതെ നിലനിന്നു. നമ്മളോ ഈ സത്വരജസ് തമോ ഗുണങ്ങളെ ആശ്രയിച്ചിട്ട് നമ്മൾ ഓരോ കർമ്മങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാം കർമ്മങ്ങൾ നമ്മൾ ദിനം പ്രതി ചെയ്യുന്നു, മായാമോഹിതരായിട്ട്, സത്യാസത്യങ്ങൾ എന്താണെന്ന് വേർതിരിച്ചറിയാത്തവരായിട്ട്, ധർമാധർമ്മങ്ങളെക്കുറിച്ചുള്ള വിവേകമില്ലാത്തവരായിട്ട്, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാത്തവരായിട്ട്, ഇങ്ങനെ ഓരോ കർമ്മങ്ങളും ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. നമുക്കതിനുള്ള വേർതിരിവ് തരുന്ന എപ്പോഴാണ്? ഇതുപോലെ വസുദേവരെ പോലെ ത്യാഗപൂർണമായിട്ട് ജീവിച്ചു വരുമ്പോൾ മാത്രമാണ് ഇന്നതൊക്കെയാണല്ലോ ഞാൻ ചെയ്യേണ്ടതെന്നുള്ളൊരു ബോധ്യം ഉണ്ടാകുക. ഋഷിമാരെത്രയോ കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിക്കണമെന്ന്. നമുക്കത് കേൾക്കാൻ സമയമില്ല, നമുക്കത് അനുഷ്ഠിക്കാൻ സമയമില്ല. കേൾക്കാൻ സമയമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഉത്തമ ഗുണങ്ങളുള്ള കാര്യങ്ങളൊന്നും അനുഷ്ഠിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പ്രാർത്ഥിക്കുക. ഇംഗ്ലീഷുകാർ നേരത്തെ കിടന്ന് നേരത്തെ എഴുന്നേക്കും. ഭാരതീയ സംസ്കൃതി എന്ന് 108 വട്ടം പറഞ്ഞു നടക്കുന്ന ആളുകൾ സ്വയം അത് ജീവിതത്തിൽ പകർത്താതെ അതിൽ നിന്ന് അന്യം നിൽക്കുന്നു. ഭാരത സംസ്കൃതിയോ അതെത്ര മഹത്വപൂർണ്ണമാണ്, അതറിയാത്തവരാണ് നമ്മൾ എന്നൊക്കെ പറയുന്നവരും അതനുഷ്ഠിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഭാരത സംസ്കൃതിയുടെ മഹത്വം അറിയണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും അത് അനുഷ്ഠിച്ച് അത് പ്രായോഗികമാക്കണം. പ്രായോഗികതയില്ലാത്ത ജ്ഞാനം കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. നമുക്കൊക്കെ അറിവുണ്ടെങ്കിലും അത് പ്രായോഗികമാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ദിനചര്യാക്രമങ്ങൾ പരിപാലിക്കുന്നില്ല, ആഹാരാദികളിൽ പരിപാലനത്വമില്ല, കൃത്യമായ ഒരു ടൈം ടേബിളില്ല, ജീവിതം നിശ്ചയിച്ച വണ്ണം ആരോഗ്യപൂർണ്ണമാക്കാനുള്ള പ്രയത്നങ്ങളില്ല. അവിടെയൊക്കെയാണ് ഈ ഭാഗവത ക്ലാസ്സിൻ്റെ പ്രസക്തി. നമ്മളെ നമ്മളാക്കി മാറ്റാൻ, നമ്മുടെ വ്യക്തിബോധത്തെ ഉണർത്തുവാൻ, നമ്മുടെ സ്വത്വബോധത്തിൽ നിന്നുള്ള ഊർജം സമ്പാദിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കാൻ നമുക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളായി തന്നെ തീരണം. അതിന് പ്രത്യേകിച്ച് ഇതിൻ്റെയൊക്കെ ഈ കാര്യങ്ങളൊക്കെ കേൾക്കുക മാത്രമല്ല, പ്രായോഗികമായൊരു ജീവിത പശ്ചാത്തലം നമുക്കുണ്ടാക്കിയിരിക്കണം. സുഖം ഉറക്കത്തിൽ കിട്ടും, വെറുതെ കിടന്നാൽ മതി, അങ്ങ് ഉറങ്ങിക്കൊണ്ടിരിക്കുക. പക്ഷേ ബ്രാഹ്മമുഹൂർത്തത്തിൽ കിടന്നുറങ്ങുന്നത് മഹാപാപം എന്ന് പറയുന്നു. ത്രിഗുണാത്മകമായ മായ ഭഗവാനെ ഒരിക്കലും ബന്ധിച്ചിട്ടില്ല. അപ്പോൾ ഭഗവത് ഭക്തന്മാരെ അത് ബന്ധിക്കാൻ പാടുണ്ടോ? അതും പാടില്ല. നമ്മളെ അത് ആകെപ്പാട് കെട്ടിവരിഞ്ഞ് മുറുക്കി വെച്ചിരിക്കുകയാണ് മായ. പല വിധത്തിലാണ് നമ്മളെ ബന്ധിച്ചിരിക്കുന്നത്. ആ ബന്ധങ്ങൾ ഓരോന്നായിട്ട് മുറിച്ച് കളയാനുള്ള ഉപായങ്ങളിലൊന്നാണ് വിഷ്ണു ഭഗവാനുള്ള, കൃഷ്ണ ഭഗവാനുള്ള ഭക്തി. അത് ദൃഢമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക. ആ വെളിച്ചത്തിലൂടെ മുന്നോട്ട് പോകുന്നവർക്ക് ഇരുട്ടെന്ന് പറയുന്നതേ ഉണ്ടാകില്ല. കണ്ണ് കാണാത്തവർക്ക് 1000 കണ്ണ് കാണാത്തവർക്ക് 1 കണ്ണ് കാണുന്നവൻ മതി വഴിയാത്രയ്ക്കായിട്ട്. പക്ഷേ 1000 പേരിൽ 1000 പേരും കണ്ണ് കാണാത്തവരായാൽ
ആരാരെ നയിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. നമ്മളെ നയിക്കുവാൻ നമ്മുടെ ശക്തിവിശേഷത്തിന് സാധിക്കണം. നമ്മുടെ ഭാരതീയ സംസ്കൃതിയുടെ ശക്തിവിശേഷം അത്രത്തോളം മഹത്വമാണ്. അത് അനുഭവിച്ചറിഞ്ഞുള്ള മഹത്വമാണ്. എന്തുകൊണ്ടാണ് ഭാരതീയ സംസ്കൃതിക്ക് ഇത്ര പ്രസക്തി എന്ന് ചോദിച്ചാൽ അനുഭവിച്ചേ അതറിയാൻ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ ഏറ്റവും പ്രസക്തം. അനുഭവിക്കാതെ കേവല ജ്ഞാനം കൊണ്ടാണെങ്കിൽ വൈരുദ്ധ്യത വരും, കൂടുതൽ പ്രശ്നങ്ങൾ വരും. അവിടെ നിന്ന് യുക്തിചിന്തകൾ ഉടലെടുക്കും, നിരീശ്വരവാദത്തിലേക്കും പോകാം. പക്ഷേ ഇതിനെ അനുഭവിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്ക് യാതൊരു തരത്തിലുള്ള പ്രതിസന്ധിയും ഉണ്ടാകില്ല. അപ്പം ഈ ശ്ലോകത്തിൽ നിന്ന് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിക്കണം. അനുഭവിച്ച് മുന്നോട്ട് പോകാൻ ത്യാഗവും സങ്കല്പവും ശുദ്ധിയും ഒക്കെ നമുക്ക് വേണം. അതുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. बिबरे रामरसं बिबरे रामरसं रसने बिबरे रामरसं बिबरे रामरसं रसने बिबरे रामरसं बिबरे रामरसं रसने बिबरे रामरसं रघुनंदना वंदनमु रघुनंदना सेतुबंदना भक्त चंदन राम वंदनमु रघुनंदना सेतुबंदना भक्त चंदन राम वंदनमु रघुना